അപ്പം നിങ്ങൾ ഈ മനുഷ്യന്മാരിലുള്ള ആശ്രയം കുറച്ച് കുറച്ച് കൊണ്ടുവരണം. എന്നിട്ട് എന്ത് ചെയ്യണം? ദൈവത്തിൽ ആശ്രയിച്ചുകൊണ്ടിരിക്കണം. പ്രേക്ഷിത വേലയായാലും ശരി, അതുപോലെ തന്നെ ഉപവി പ്രവർത്തനങ്ങളായാലും ശരി, ആതുര സേവനങ്ങളായാലും ശരി, ദൈവത്തിൽ ആശ്രയിക്കുന്നതിൻ്റെ ഒരു ആവിഷ്കാരങ്ങളാണതെല്ലാം. അതപ്പോൾ ദൈവത്തിൽ നിങ്ങളുടെ ഉടമ്പടി സത്യസന്ധമാണെന്ന് തോന്നും. അങ്ങനെ വന്നാൽ നിങ്ങൾ ചിന്തിക്കാത്തതുകൊണ്ട് വാഗ്ദാനമാണെന്ന് നമ്മൾ കണ്ടില്ലേ. അതായത് സങ്കീർത്തനം 105:8-9 എന്താ പറയണത്? ഉടമ്പടി തന്നെയാണ് വാഗ്ദാനം. വാഗ്ദാനം എന്ന് പറയുന്നത് എന്താണ്? ഐ വിൽ ലീഡ് ദ ബ്ലൈൻഡ് ബൈ എ റോഡ് ദേ ഡു നോട്ട് നോ. അന്ധന്മാരെ, വാഗ്ദാനത്തിലുള്ളതാണ്. അന്ധന്മാരെ ഞാൻ എന്ത് ചെയ്യും? അതായത് ഐ വിൽ ലീഡ് ദ ബ്ലൈൻഡ് ബൈ എ റോഡ് ദേ ഡു നോട്ട് നോ. അവർക്ക് അജ്ഞാതമായ വഴികളിലൂടെ ഞാൻ അന്ധന്മാരെ നയിക്കും. ഒന്ന് ചിന്തിച്ച് നോക്കിയേ. നിങ്ങളൊന്ന് കണ്ണടച്ചിരുന്നാൽ നോക്കിയാൽ മനസ്സാവും. നിങ്ങൾക്ക് കണ്ണടച്ച് നടക്കാൻ പറ്റും നമുക്ക്. അപ്പം അന്ധന്മാരാണെന്ന് വിചാരിച്ചോ? എന്നിട്ട് നമ്മൾക്ക് എങ്ങനെ ജീവിക്കും? ഏത് ജോലി ചെയ്യും? എപ്പോൾ കല്യാണം കഴിക്കാൻ പറ്റും? കുഞ്ഞുങ്ങളുണ്ടാകുമോ? ജോലി കിട്ടുമോ? നമ്മുടെ കടകൾ എങ്ങനെ പരിഹരിക്കും? ഈ രോഗം എങ്ങനെ സുഖപ്പെടും എന്ന് നമുക്കറിയാൻ പാടില്ലാതിരിക്കുന്ന സമയമാണ് അന്ധത എന്ന് പറയുന്നത്. അതാണ് അന്ധത എന്ന് പറയുന്നത്. അപ്പം അങ്ങനെ നിനക്ക് നിൻ്റെ ജീവിതത്തെക്കുറിച്ചും ജീവിതത്തെ എങ്ങനെ രക്ഷപ്പെടുമെന്നതിനെക്കുറിച്ച് യു ഹാവ് നോ ഐഡിയ. ദെൻ യു ആർ എ ബ്ലൈൻഡ് പേഴ്സൺ. ബ്ലൈൻഡ് പേഴ്സണിനുള്ള പ്രോമിസ് എന്താണ്? ഐ വിൽ ലീഡ് ദ ബ്ലൈൻഡ്. എവിടെയാണത്? നിനക്ക് അജ്ഞാതമായ വഴികളിലൂടെ, നീ ഇന്നുവരെ ചിന്തിക്കാത്തത്, ആലോചിക്കാത്തത്, നിൻ്റെ ബുദ്ധി കൊണ്ട് കണ്ടുപിടിക്കാത്ത വഴികളിലൂടെ കർത്താവ് നിന്നെ കൈപിടിച്ച് നടത്തും. കൈയിടിച്ച് കർത്താവ് വാഗ്ദാന വഴികളിലൂടെ ഞങ്ങളെ നടത്തുന്നതിന് നന്ദി പറയുന്നു. വരുമ്പോൾ നിനക്ക് വേണ്ടത് നീ ഫ്രഷ് ആകാൻ പറയും. ഈശോ നീ ഒരു ഫ്രഷ് ഹാൻഡ് ആകാൻ പറയും. എന്ന് വെച്ച് കഴിഞ്ഞാൽ പല കാലങ്ങളിൽ പല ജീവിത അവസ്ഥകളും കുറേ പ്രാർത്ഥനകളൊക്കെ നീ ചെയ്തിട്ടുണ്ട്. നീ കുറേ ഉപവാസമൊക്കെ ചെയ്തിട്ടുണ്ടാകും പണ്ട് ഓരോരോ കാര്യത്തിന് വേണ്ടി. നീ കുറേ കുരിശിൻ്റെ വഴിയൊക്കെ നടത്തി കാണും. നീ കുറേ നൊവേനൊക്കെ കൂടിക്കാണും. നീ പല കാര്യങ്ങൾ ചെയ്ത് കാണും. അപ്പോഴേ ഇങ്ങനെ ഒത്തിരി കാര്യങ്ങൾ ചെയ്തപ്പോൾ അതിലെന്തോ ആണ് ഉടമ്പടി. ഒരു ഇനിതി ചെയ്തതുകൊണ്ട് എന്താ ഗതി? അത് പഴയതുപോലെ തന്നെ വരുമോ? അങ്ങനെയൊക്കെ ചിന്തിച്ച് മനസ്സിടിയുന്നവരോട് കർത്താവ് എന്താ പറഞ്ഞിരിക്കണത്? 43:18 വായിച്ച് ശ്രുതികടെ. ഐസയ 43:18 ശ്രുതികടെ. യേശയ്യ 43:18 കഴിഞ്ഞ കാര്യങ്ങൾ ഏറ്റുപറഞ്ഞ കഴിഞ്ഞ കാര്യങ്ങൾ നിങ്ങൾ ഓർക്കുകയോ പരിഗണിക്കുകയോ വേണ്ട. ഇതാ ഞാൻ പുതിയ ഒരു കാര്യം ചെയ്യുന്നു, അത് മുളയെടുക്കുന്നത് നിങ്ങൾ അറിയുന്നില്ലേ? ഞാൻ വിജനദേശത്ത് ഒരു പാതയും മരുഭൂമിയിൽ നദികളും ഉണ്ടാക്കും. ഈ 43:19 വചനമുണ്ടേ. അതായത് അതെന്താ പറയണത് വെച്ചാൽ, ഞാൻ ഒരു പുതിയ കാര്യം ചെയ്യുന്നു, അത് മുളയെടുക്കുന്നത് നിങ്ങൾ അറിയുന്നില്ലേ? അതായത് ആന്തരികമായി അഭിഷേകം ലഭിച്ചവർക്കുണ്ടാകുന്ന ഒരു ഇൻഡ്യൂറ്റീവ് നോളജ് ഉണ്ടാകും. അതായത് ഇപ്പോൾ എല്ലാവരും പറയും, ഇപ്പം ചിലരൊക്കെ എന്താ പറയണത്, അവർ ഇപ്പോൾ കഴിഞ്ഞ ദിവസം ഒരു സാക്ഷ്യം എന്താ, അവർ 9 കൊല്ലമായ മക്കളില്ല എന്നുണ്ടെങ്കിലും അവർ ഉടമ്പടി എടുത്തപ്പോൾ അവർ ഒരു 2-3 ആഴ്ച കഴിഞ്ഞാൽ പറഞ്ഞ്, ഈ പ്രാവശ്യം എനിക്ക് കർത്താവ് കുഞ്ഞിനെ തരും, ഞാൻ പ്രഗ്നൻ്റ് ആണെന്ന്. പക്ഷെ ആരും ഭർത്താവിനോട് പോലും പറഞ്ഞില്ല. എന്തിനാ ഭർത്താവിനോട് പറയാതിരിക്കണമെന്ന് വെച്ച് കഴിഞ്ഞാൽ
അത് സ്ഥിരീകരിച്ച് കഴിഞ്ഞതിന് ശേഷം ഞാൻ ഭർത്താവിനോട് പറയും. ഭർത്താവ് എന്താ സാക്ഷ്യം പറഞ്ഞിരിക്കണത്? കുഞ്ഞിനെയും കൊണ്ടൊന്ന് സാക്ഷ്യം പറയണേ. അതായത് ഞാൻ അറിഞ്ഞില്ല ഇവള് സന്ധ്യപ്രാർത്ഥനയ്ക്ക് എന്നെ മാതാവാക്കിയതിന് ഞാൻ അങ്ങേക്ക് നന്ദി പറയണമെന്ന് കേട്ടപ്പോഴാണ് ഞാൻ തിരിഞ്ഞു നോക്കിയ മാതാവായ സ്വന്തം ഭർത്താവ് പോലും അറിയുന്നില്ല. അവളെ ഈ വിശ്വാസം ജീവിക്കുകയാണ്. അവൾ 9 കൊല്ലം അവർക്ക് മക്കളില്ല. അപ്പോൾ 9 കൊല്ലം മക്കളില്ല എന്നുണ്ടെങ്കിൽ അവളിപ്പോൾ ഉടമ്പടി എടുത്തപ്പോൾ പരിശുദ്ധാത്മാവ് കണ്ടില്ലേ, അത് മുളയെടുക്കണത് നീ അറിയുന്നില്ലേ? കൈയടിച്ച് ശ്രദ്ധിക്കട്ടെ. ഒരുമിച്ച് എല്ലാവരും അനുഭവങ്ങൾ ലെവലിൽ ഇപ്പോൾ ഇന്നലെ തന്നെ ശിവനന്ദൻ എന്താ പറഞ്ഞതറിയാവോ? അയാൾ തുടങ്ങുന്നതിന് ഇങ്ങനെയാണ്: ഇത് ജീവനുള്ള ദൈവങ്ങൾ അധിവസിക്കുന്ന ഈ സ്ഥലത്തേക്ക് എന്നെ കൂട്ടിക്കൊണ്ടുവന്നതിന് നന്ദി പറയണമെന്ന്. അദ്ദേഹം അങ്ങനെ പറയണത്. ക്രിസ്തീയതയിൽ ഒറ്റ ദൈവം മാത്രമേ ഉള്ളൂ. പക്ഷെ അദ്ദേഹത്തിൻ്റെ ഒരു എക്സ്പ്രഷനാണ്, ജീവനുള്ള ദൈവങ്ങൾ വസിക്കുന്ന ഇടത്തേക്ക് എന്നെ കൂട്ടിക്കൊണ്ടുവന്നതിന് ഞാൻ നന്ദി പറയണം. അതാണ് ശിവനന്ദനന്ദൻ്റെ സാക്ഷ്യത്തിൻ്റെ ആദ്യ ഭാഗങ്ങളെ. പക്ഷേ എന്ത് സംഭവിച്ചു കഴിഞ്ഞാൽ, നമ്മൾ 9 കൊല്ലം മക്കളില്ല. ഒന്ന് ചിന്തിച്ച് നോക്കിയേ. അവർ 5 കൊല്ലം മക്കളില്ലാത്തപ്പോൾ തന്നെ ചെയ്യാവുന്ന എല്ലാം ചികിത്സ ചെയ്ത് കാണും. പക്ഷെ ഉടമ്പടി എടുത്തപ്പോൾ അവിടെ ഉള്ളിൽ പരിശുദ്ധാത്മാവ് നീ ഈ ആഴ്ച പ്രഗ്നൻ്റ് ആകുമെന്ന് ആന്തരികമായിട്ട് അവളോട് സംസാരിക്കാൻ തുടങ്ങി. ഇത് ഒരു പുതിയ കാര്യമല്ല. അതുകൊണ്ടാണ് ബൈബിൾ പറയണത്, അതായത് ഇതാ ഞാനൊരു പുതിയ കാര്യം ചെയ്യുന്നു, അത് മുളയെടുക്കുന്നത് നിങ്ങൾ അറിയുന്നില്ലേ? അതാണ് ഐസയ 43:18-19. അതായത് നമ്മൾ രക്ഷപ്പെടാൻ പോകുന്ന കാര്യം നമുക്ക് മുന്നറിവ് തരും. നമുക്ക് നീ വിഷമിക്കണ്ട, നിൻ്റെ വിസ ഈ ആഴ്ച വരും. അതാണ് വിഷയം. നീ വിഷമിക്കണ്ട. നിന്നെ സംബന്ധിച്ചത് നിനക്ക് ഇപ്പോൾ പൈസ ഇല്ലെങ്കിലും പൈസ എങ്ങനെയായാലും ഉണ്ടാകും. എത്ര സാക്ഷ്യം നിങ്ങൾക്ക് വേണം ഇതുപോലെ. അത് അപ്പോൾ ദൈവം ഇടപെട്ട് കഴിയുമ്പോൾ അത് മുളയെടുക്കണത് നമുക്ക് തന്നെ ദൈവം തന്നെ നമ്മൾക്ക് അറിയിച്ചുകൊണ്ടിരിക്കും. അതുകൊണ്ടാണ് ശിവനന്ദനം പറഞ്ഞത് ജീവനുള്ള ദൈവം അധിവസിക്കുന്ന ഇടമെന്ന് പറഞ്ഞത്. അതായത് എന്തിനാണ് ഞാനിപ്പോൾ എന്നിലൂടെ ദൈവം നിങ്ങളോട് സംസാരിക്കണം ചോദിച്ചു കഴിഞ്ഞാൽ, നിങ്ങൾ മനസ്സ് പതറരുത്, നിങ്ങൾ ഇടയ്ക്ക് ഇട്ട് കളയരുത്. നിങ്ങൾ വർദ്ധിച്ച സ്നേഹത്തോടെ ജീവചൈതന്യത്തോടെ ദൈവത്തെ ഇന്ന് അല്ലെങ്കിൽ നാളെ അല്ലെങ്കിൽ അടുത്ത ആഴ്ച ഈ ദൈവം എന്നെ സ്പർശിക്കും, ഞാൻ ദൈവത്തിൻ്റെ കൈപിടിച്ച് എൻ്റെ ജീവിത അന്ത്യം വരെ നടക്കുന്ന ഒരു കാലം വരും. കൈയടിച്ച് ശ്രദ്ധിക്കട്ടെ. ഒരുമിച്ച് എല്ലാവരും എഴുന്നേൽക്കുക. എല്ലാവരും ഒരുമിച്ച് പാടും. ഒരുമിച്ച് പാടുക. എന്നെ കൈപിടിച്ചു നടത്തുന്ന സ്നേഹം, എന്നെ കൈകളിൽ താങ്ങിടുന്ന സ്നേഹം, എന്നെ തോളിലേറ്റി താരാട്ട് പാടും, എന്നെ ചാഞ്ചാടുന്ന സ്നേഹം. എന്നെ കൈപിടിച്ചു എന്നെ കൈപിടിച്ചു നടത്തുന്ന സ്നേഹം, എന്നെ കൈകളിൽ താങ്ങിടുന്ന സ്നേഹം, എന്നെ തോളിലേറ്റി താരാട്ട് പാടും, മെല്ലെ ചാഞ്ചാടുന്ന
സ്നേഹം ആ സ്നേഹം ആ സ്നേഹം സ്നേഹമാണു ദൈവം ആ സ്നേഹം ആ സ്നേഹം സ്നേഹമാണു ദൈവം. കൈകൾ നെഞ്ചത്ത് വെച്ചുകൊണ്ട് കണ്ണുകൾ അടച്ചുകൊണ്ട് ദൈവസ്നേഹത്തെ അനുഭവിക്കുന്ന സമയമാണ്. കർത്താവേ, അങ്ങയുടെ മക്കൾ അങ്ങയുടെ വചനങ്ങൾ അവർക്ക് നൽകി, അഥവാ ഈശോ പറയുന്ന പോലെ ഞാൻ പറയാൻ ശ്രമിക്കുന്ന അങ്ങ് എനിക്ക് തന്ന വചനം ഞാൻ അവർക്ക് നൽകി. കർത്താവേ, അവരെ സത്യത്താൽ അങ്ങ് വിശുദ്ധീകരിക്കണമേ. ഈശോയെപ്പോലെ ഞാൻ പ്രാർത്ഥിക്കുന്നു, അങ്ങ് സത്യത്താൽ അങ്ങ് അവരെ സംരക്ഷിക്കണമേ. കർത്താവേ, ഇപ്പം കണ്ണുനീരോടെ പ്രാർത്ഥിക്കുന്ന, ഇപ്പോഴും ഓൺലൈനിൽ പ്രാർത്ഥിക്കുന്നവരുണ്ട്, ഇവിടെ തീർത്ഥാടനത്തിൽ പ്രാർത്ഥിക്കുന്നവരുണ്ട്. കർത്താവ്, ഉടമ്പടി എടുത്തിട്ട് കർത്താവ് ഈ നിമിഷം നീ വരും, അടുത്ത നിമിഷം വരുമെന്ന് നിന്നെ കാത്തിരുന്ന് കണ്ണു നൊന്ത് പ്രാർത്ഥിക്കുന്നവരുണ്ട്. അവരെല്ലാം സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്ന കർത്താവേ, നീ വരാതിരിക്കുമ്പോഴേ, നീ വരുന്നില്ലെങ്കിൽ കർത്താവേ ഇവർ വെണ്ണീറായി പോകുമെന്നുള്ള വലിയ സത്യം കർത്താവേ ഈ അൾത്താറയിൽ അമ്മ മാതാവ് ജീവനോടെ പ്രത്യക്ഷപ്പെട്ട ഈ സ്ഥലത്ത് നിന്നുകൊണ്ട് കർത്താവേ ഞാൻ നിന്നെ അറിയിക്കാൻ ആഗ്രഹിക്കാൻ കർത്താവേ, നീ വരുന്നില്ലെങ്കിൽ, നീ വൈകിയാൽ കർത്താവേ അങ്ങയുടെ മക്കൾ കർത്താവേ വെണ്ണീറായി പോകും കർത്താവേ. നീ ഞങ്ങളുടെ പിതാക്കന്മാർ കാണിച്ച കാരുണ്യം, അങ്ങയുടെ അവകാശം ഓഹരിമാകുന്ന ഇസ്രായേൽ ജനത്തോട് നീ കാണിച്ച കാരുണ്യം കർത്താവേ, ഈ കാര്യങ്ങൾ നിന്റെ നാമം വിളിച്ച് പ്രാർത്ഥിക്കുന്ന ഓരോ മകൻ്റെ മേലും മകളുടെ മേലും കർത്താവേ നീ കൈവെക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. നിന്റെ ആണിപ്പെടുത്താതെ വലതുകരം അത്ഭുതകരം സ്പർശിക്കണം പ്രാർത്ഥിക്കുന്നു. ഒരുമിച്ച് പ്രാർത്ഥിക്കട്ടെ, ഒരുമിച്ച് ശ്രദ്ധിക്കട്ടെ കർത്താവ്. നിന്റെ വലിയ ശക്തി കർത്താവ് മക്കളെ കൊഴുക്കണേ പ്രാർത്ഥിക്കുന്ന കർത്താവ്. അടിപ്പിണർ പോലെ കർത്താവേ, വൈദ്യ അക്കാലം പോലെ കർത്താവ്, ദൈവിക ശക്തി കർത്താവ് ആകാശം പിളർന്നിറങ്ങണമെന്ന് പ്രാർത്ഥിക്കുന്ന കർത്താവ്. ഈശോ, അങ്ങയുടെ ചൈതന്യം കർത്താവ്, അങ്ങയുടെ ശക്തി കർത്താവ്, അങ്ങയുടെ തിരുമുറവാറുന്ന വലതുകരം ഓരോ മകൻ്റെ മേലും ഓരോ മകളുടെ മേലും കർത്താവ് വ്യക്തി പ്രാർത്ഥി കർത്താവ്. ഉച്ച മുതൽ ഉള്ളംകാല് വരെ അടിപ്പിണർ പോലെ, ഉച്ച മുതൽ ഉള്ളംകാല് വരെ അടിപ്പിണർ പോലെ, വൈദ്യുത ആക്കാലം പോലെ ദൈവികമായ ശക്തി ഇറങ്ങി വസിക്കട്ടെ കർത്താവ്. അടി രോഗത്തിൻ്റെ സൗഖ്യ പിണരുകൾ കർത്താവ് ഇപ്പോഴാ മക്കൾ അനുഭവിക്കട്ടെ പ്രാർത്ഥിക്കുന്ന. പേശികൾ വേദന ഉള്ളവർ പ്രാർത്ഥിച്ചുകൊണ്ട് കർത്താവ് അവരെ സമർപ്പിച്ചുകൊണ്ട് പ്രാർത്ഥിക്കണം. ഈശോയെ, സർവാംഗം കർത്താവ്, വിസർപ്പ രോഗമുള്ളവർ കർത്താവ്, സോറിയാസിൻ്റെ രോഗമുള്ളവർ കർത്താവ് കണ്ണീരോടെ പ്രാർത്ഥിക്കുന്നു കർത്താവേ. ഞങ്ങൾക്ക് വേണ്ടി ക്രൂശിക്കപ്പെട്ടവനെ, ഞങ്ങൾക്ക് വേണ്ടി മുറിയേറ്റവനെ, ഞങ്ങൾക്ക് വേണ്ടി മുഴുക്കനും ചൂടിയവനെ, നിന്റെ തിമിർമാർന്ന വലതുകരം ഓരോ മകൻ്റെ വേണ്ടി വെക്കണേ പ്രാർത്ഥിക്കുന്നു കർത്താവ്. കർത്താവ്, നിന്റെ മുടി ഇഴകൾ പോലും ഓരോന്നും കർത്താവ് ഒന്നൊഴിയാതെ എണ്ണിയിരിക്കുന്നു പറഞ്ഞ കർത്താവ്. ഞങ്ങളെ സ്വന്തം പുത്തനെ നൽകി സ്നേഹിക്കാൻ പോകുന്ന ഞങ്ങളെ പുത്തനോടൊപ്പം കർത്താവ് ഞങ്ങൾക്ക് വേണ്ടി സമസ്തം നൽകുന്ന നല്ല ദൈവമേ, നിന്റെ സ്നേഹത്തിൻ്റെ കിരണങ്ങൾ അടി പിണറുകൾ കർത്താവ്, രോഗത്തിൻ്റെ സൗഖ്യത്തിൻ്റെ പിണർ കർത്താവ്. ഉച്ച മുതൽ ഉള്ളംകാലം വരെ ഓരോ ആന്തരിക അവയവങ്ങൾ, പിസ്റ്റുല രോഗികൾ, PCOD രോഗികൾ, RSS രോഗികൾ, ശ്വാസകോശ രോഗികൾ കർത്താവ്, കരൾ രോഗികൾ കർത്താവ്, തൈറോയ്ഡ് രോഗികൾ കർത്താവ്, സ്പോണ്ടിലോസിസ് രോഗികൾ, പിൻകടത്തിൽ വേദനയുള്ളവർ, അസ്ഥി രോഗികൾ, നടുവിൽ ചെരിഞ്ഞവർ കർത്താവ്, മുതുകിന് മുഴയുള്ളവർ, സർവാംഗം മുഴയുള്ളവർ കർത്താവ്, വാതരോഗികൾ. യേശു ക്രിസ്തുവിൻ്റെ ഉന്നതമായ രക്തം മഴ പോലെ പെയ്യട്ടെ. യേശു ക്രിസ്തു ഉന്നതമായ രക്തം മഴ പോലെ പെയ്യട്ടെ. യേശു ക്രിസ്തു ഉന്നതമായ രക്തം മഴ പോലെ പെയ്യട്ടെ. യേശു ക്രിസ്തു ഉന്നതമായ നാമത്തിലെ മാരക രോഗങ്ങൾ യേശു നാമത്തിൽ സൗഖ്യം പ്രാപിക്കട്ടെ. ശ്രുതിക്കട്ടെ. ഒരു വാക്കുമതി, ഒരു വാക്കുമതി, പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് തുടയിലെ ചിരങ്ങ് പോയി വരുന്നവരുണ്ട്, തുടയുടെ ഉള്ളിലുള്ള ലിഗമെൻറ്റുകൾ പൊട്ടിയിട്ടുള്ളവരുണ്ട്, അതുപോലെ തന്നെ ചില പേശികൾ
പേശിക്ക് ബലം ക്ഷയിച്ചവരുണ്ട്. ഇടത് തുടയിലെ പേശിയുടെ ബലം ക്ഷയിച്ചവരെ കർത്താവ് സ്പർശിച്ച് സൗഖ്യപ്പെടുന്ന സന്ദേശമുണ്ട്. അതുപോലെ തന്നെ മുട്ടനും തുടയ്ക്കും ഇടയിലുള്ള പേശികളും ഞരമ്പുകളും കർത്താവ് അത് പ്രവർത്തിക്കാതെ മരവിച്ചിരിക്കുന്നതിന് പോലെ നടക്കാൻ പറ്റാത്ത അവസ്ഥകളുണ്ട്. അവരെല്ലാം കർത്താവ് സൗഖ്യപ്പെടുന്ന സന്ദേശമുണ്ട്. കൈയടിച്ച് കർത്താവ് എന്റെ പൂർണ്ണിരിപ്പാലും ഞാൻ പോരാത്തവനാണ്. എന്റെ പുറയ്ക്കകത്തു വരാ ഞാൻ പോരാത്തവനാണ്. എന്റെ പൂർണ്ണിരിപ്പാലും ഞാൻ പോരാത്തവനാണ്. ഒരു വാക്കുമതി എനിക്കതു മതിയേ. 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 കർത്താവിൻ്റെ വലിയ പ്രസര്യം, വലിയ ചൈതന്യം നിറഞ്ഞു നിൽക്കുന്ന സമയമാണിത്. ഒരമ്മ കുഞ്ഞിൻ്റെ താടിയിൽ തൊട്ടുകൊണ്ട് ആ കുഞ്ഞിൻ്റെ താടിയുടെ വലതുവശത്ത് താടിയുടെ താഴെ ഒരു മുഴയുള്ളതുപോലെ കാണുന്നുണ്ട്. അപ്പോൾ അമ്മ കണ്ണ് നിറഞ്ഞുകൊണ്ട് ആ കുഞ്ഞിൻ്റെ കണ്ണിലേക്ക് നോക്കും. മകൻ്റെ ഊവ അമ്മ ഈശോ അപ്പ മാറ്റിത്തരുമെന്ന് പറയും. ആ കുഞ്ഞിനെ ഈശോ ഇപ്പോഴ് സുഖപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നു. ഒരു വാക്കുമതിയേ എനിക്കതു മതിയേ. ഒരു വാക്കുമതി എനിക്കതു മതിയേ. ഒരു വാക്കുമതി എനിക്കതു മതിയേ. ഒരു വാക്കുമതി എനിക്കതു മതിയേ. എന്റെ പുറയ്ക്കകത്തു വരാ ഞാൻ പോരാത്തവനാണ്. എന്റെ കൂടുന്നിരിപ്പാനും ഞാൻ പോരാത്തവനാണ്. എന്റെ പുറയ്ക്കകത്തു വരാ ഞാൻ പോരാത്തവനാണ്. എന്റെ കൂടുന്നിരിപ്പാനും ഞാൻ പോരാത്തവനാണ്. ഒരു വാക്കുമതി എനിക്കതു മതിയേ. ഒരു വാക്കുമതി എനിക്കതു മതിയേ. But only say the word. സദാദിവൻ പറഞ്ഞ കാര്യമാണ്. But you only say the word and I shall be healed. അതായത് നീ ഒരു വാക്ക് ഇവിടെ നിന്ന് പറഞ്ഞാൽ മതി, എൻ്റെ വീട്ടിൽ കിടക്കുന്ന ഭൃത്യൻ സുഖപ്പെട്ടുകൊള്ളുമെന്ന്. യേശുവിനെ തിരിച്ചറിയുന്നവരെ ഇവിടെ നിന്ന് കർത്താവ് ഒരു വാക്ക് പറയും. നീ വീട്ടിൽ ചെല്ലുമ്പോൾ നീ എന്തിനു വേണ്ടി കർത്താവിന് അമ്മമാതാവ് പ്രത്യക്ഷപ്പെട്ട് ഇടത്ത് വന്ന് കണ്ണീരിട്ടോ ദൈവ പൈതലെ, നീ വീട്ടിൽ ചെല്ലുമ്പോൾ അതിൻ്റെ അടയാളം നീ കാണുമെന്നാണ് കർത്താവിൻ്റെ വചനങ്ങളിലുള്ളത്. ഒരു വാക്ക് മതി, നീ ഇവിടെ നിന്ന് പറഞ്ഞാൽ മതി. വീട്ടിൽ ചെല്ലുമ്പോൾ എനിക്കത് അനുഭവിക്കാൻ കഴിയുമെന്ന് കർത്താവേ, സദാദിവിനെ പോലെ ഞങ്ങൾ വിശ്വസിക്കുന്ന കർത്താവേ, ഈ വിശ്വസിക്കുന്ന മക്കളുടെ മേൽ കർത്താവേ നിന്റെ തിരുമുറുപാറുന്ന വലതുകരം വെക്കണമേ, ആണിപ്രതാറുന്ന അത്ഭുതകരം വെക്കണമേ. എൻ്റെ കർത്താവേ, ഏതെല്ലാം കാര്യങ്ങൾക്ക് വേണ്ടി, ഏതെല്ലാം വിഷയങ്ങൾക്ക് വേണ്ടി അങ്ങനെ മക്കൾ വേദനപ്പെടുന്നുവോ, ആ വേദനപ്പെടുന്ന സാഹചര്യങ്ങൾ അവരെ കൊണ്ട് ചെയ്യാൻ പറ്റാത്തതാണെങ്കിൽ കർത്താവേ നിങ്ങൾ ഭയപ്പെടേണ്ട. കർത്താവ് നീ പറഞ്ഞില്ലേ കർത്താവേ, Isaiah 42:3-5 നീ പറഞ്ഞില്ലേ കർത്താവേ, ഭയപ്പെടേണ്ട, ഞാൻ നിന്റെ കൂടെ വരുമെന്ന് പറഞ്ഞില്ലേ കർത്താവേ. കർത്താവേ, ഈ മക്കളുടെ കൂടെ കർത്താവേ അങ്ങ് പോകുന്നതിന് പകരം ഉടമ്പടിയിലൂടെ അങ്ങ് സഞ്ചാരി മാതാവായി പരിശുദ്ധ അമ്മയെ തന്നെ വിട്ടുകൊണ്ട് 10,000 സാക്ഷ്യം പറയുന്ന അനുഗ്രഹത്തിൻ്റെ ഈ വലിയ കാലഘട്ടത്തിൽ കർത്താവ് അതിൻ്റെ അവകാശികളാകാൻ, ഓഹരിയാകാൻ കർത്താവ് അങ്ങനെ മക്കളെ ഇപ്പോഴും അനുഗ്രഹിക്കണം പ്രാർത്ഥിക്കുന്നു. തീർത്ഥാടനത്തിരിക്കുന്നവരെയും ഓൺലൈനിൽ ഇരിക്കുന്നവരെയും അവരെന്തെല്ലാം വിഷയത്തിന് വേണ്ടിയാണ് ഉടമ്പടി എടുത്തിരിക്കുന്ന കർത്താവ് അതെല്ലാം സ്പർശിക്കട്ടെ. അതിൻ്റെ ബന്ധനങ്ങൾ, അതിൻ്റെ എല്ലാവിധ തകർച്ചകൾ, അതിൻ്റെ എല്ലാവിധ തടസ്സങ്ങൾ യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ മാറിപ്പോകട്ടെ. ശ്രദ്ധിക്കട്ടെ. ഹല്ലേലൂയ.
യേശുവേ. എല്ലാ ജീവിത തടസ്സങ്ങളും നീങ്ങിപ്പോയിക്കൊണ്ട് ഒരു യേശുനാമം വാക്കുമതി. ഈ ആരാധനയിലൂടെ മഹത്വപ്പെടുത്തണമേ. ഹല്ലേലൂയ. മതി, എനിക്കത് മതിയേ. ഒരു വാക്കുമതി, എനിക്കത് മതിയേ. ഒരു വാക്കുമതി, എനിക്കത് മതിയേ. കണ്ണുകളടച്ച് കൈകൾ നെഞ്ചത്ത് വെച്ചുകൊണ്ട് വളരെ ദൈവികമായ ഒരു നിമിഷങ്ങളിൽ നമ്മൾ എത്തിച്ചേർന്നിരിക്കുകയാണ്. നിങ്ങളുടെ ജീവിതത്തിൻ്റെ ഓരോ വിഷയങ്ങളെയാണ് അൾത്താരയിൽ അവർക്ക് വീഞ്ഞില്ല എന്ന് പറഞ്ഞുകൊണ്ട് നമ്മുടെ എല്ലാ ഇല്ലായ്മകളും പരിശുദ്ധ അമ്മയുടെ കപ്പാസിറ്റിയിലും കഴിവിലും യോഗ്യതയിലും ആരാധന തിരുസന്നിധി ജീവനോടെ പ്രത്യക്ഷപ്പെട്ട പരിശുദ്ധ അമ്മയുടെ മാധ്യസ്ഥത്തിലെ നിൻ്റെ ഉടമ്പടി സങ്കടങ്ങളെ വെച്ചുകൊണ്ടിരിക്കുന്ന സമർപ്പിക്കുന്ന വലിയ സമയമാണ്. നീ ശാന്തമായി പ്രാർത്ഥിക്കുക ദൈവപൈതലേ. നിന്റെ കണ്ണീരോടെ നീ സ്വന്തമായിട്ട് പ്രാർത്ഥിക്കുക ദൈവപൈതലേ. നീ സ്വരത്തി പറഞ്ഞ് പ്രാർത്ഥിക്കുക ദൈവപൈതലേ. നിന്റെ ഓരോ ആവശ്യങ്ങളും ഉടമ്പടി വിഷയങ്ങൾ നീ പറഞ്ഞ് പ്രാർത്ഥിക്കുക ദൈവപൈതലേ. നിനക്ക് പ്രാർത്ഥിക്കാൻ പറ്റണില്ലെങ്കിൽ നീ സ്വന്തമായി സ്തുതിക്കുകയോ നിന്നെ സ്വന്തമായിട്ട് കരയുകയോ ചെയ്തുകൊണ്ട് കർത്താവിൻ്റെ തിരുസ്ഥിതി നിന്റെ കണ്ണുനീര് വീഴട്ടെ. കർത്താവ് അങ്ങനെ മക്കളുടെ അങ്ങനെ പരിശുദ്ധ പൗരോഹിത്യത്തെ ഇപ്പോൾ മഹത്വപ്പെടുത്തണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവ് അങ്ങനെ മക്കൾ ഇപ്പോഴും ഓൺലൈനായിട്ടും ഇപ്പോൾ ഇവിടെ തീർത്ഥാടനത്തിലും അനേകം മക്കൾ ഓരോരോ കാര്യങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നിടത്ത് അവർക്ക് ഇനി ഒരു അടി മുന്നോട്ട് വെക്കാൻ ഇല്ലെന്ന് ഈ ലോകത്ത് അറിയാവുന്ന അങ്ങ് മാത്രമാണ് കർത്താവ്. ഈശോ അവരുടെ പഴയകാല ജീവിതമോ എന്ത് തന്നെയായാലും അത് കാര്യമാക്കണ്ട എന്ന് നീ പറഞ്ഞു കർത്താവ്. ഐസയ്യാ 43:18 നീ പറഞ്ഞു പഴയ കാര്യങ്ങൾ നീ കാര്യമാക്കണ്ട, ഇതൊരു പുതിയ കാര്യം ചെയ്യണമെന്ന് പറഞ്ഞത് കർത്താവ്. അതുപോലെ കർത്താവ് പുതിയ കാര്യമായി ആ ജനതകളുടെ പാപങ്ങൾ, ജനതകളുടെ പഴയത്തിലുള്ള നന്ദിക്കേടുകൾ, അവരുടെ തരത്തിലുള്ള അലംഭാവങ്ങൾ ഒന്നുമേ കണക്കിലെടുക്കാതെ ഈ കാലത്ത് കർത്താവ് എല്ലാം മായ്ച്ച് നിന്റെ വിശുദ്ധമായ രക്തത്താൽ ഞങ്ങളുടെ പാപം പോലും മായ്ച്ച് കളഞ്ഞുകൊണ്ട് ഞങ്ങളെ വീണ്ടെടുത്ത് വിശുദ്ധീകരിച്ച് സ്വന്തമാക്കി ഞങ്ങളുടെ പൊന്നു തമ്പുരാനെ നിന്റെ കൃപയാൽ അങ്ങനെ മക്കളുടെ കണ്ണുനീരിൻ്റെ കാരണങ്ങളെ ഏറ്റെടുത്തുകൊണ്ട് അവരെ ആശീർവദിക്കണം പ്രാർത്ഥിക്കുന്നു. കർത്താവേ സ്വർഗം തുറക്കണമേ കർത്താവേ, സ്വർഗം തുറക്കണമേ കർത്താവ്. ദിവ്യ കൃപാനയുടെ ശക്തി ദൈവിക കൃപയായി ഓരോ മകൻ്റെ മേലെ, ശരീരത്തിൻ്റെ മേലെ, ജീവിതത്തിൻ്റെ മേലെ, കുടുംബത്തിൻ്റെ മേലെ, ജീവിതത്തിൻ്റെ വഴികളിലെ മേലെ, തടസ്സങ്ങളുടെ മേലെല്ലാം കർത്താവ് രക്തം പടരട്ടെ. എല്ലാ മാരക തടസ്സങ്ങൾ, ജീവിത ദുരിതങ്ങൾ, ജീവിത തടസ്സങ്ങൾ യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ മാറിപ്പോകട്ടെ. ശുദ്ധിക്കട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ആരാധന. ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ ആരാധന. എനിക്കതു മതിയേ. ഒരു വാക്കുമതി, എനിക്കതു മതിയേ. ഒരു വാക്കുമതി, എനിക്കതു മതിയേ. ഒരു വാക്കുമതി, എനിക്കതു മതിയേ. വീണ്ടും കണ്ണുകൾ അടച്ചുകൊണ്ട് ഉടമ്പടിയിൽ വെച്ച വിഷയങ്ങളുടെ മേലെ ദൈവിക തീരുമാനം ഉണ്ടാകാൻ വേണ്ടി അമ്മ മാധ്യസ്ഥം വഹിക്കുന്ന അമ്മയുടെ മാധ്യസ്ഥത്തോട് ചേർത്തുകൊണ്ട് നമ്മുടെ ജീവിത സങ്കടങ്ങളെ സമർപ്പിക്കുന്ന ദിവ്യകാരുണ്യ ആരാധന നിമിഷങ്ങളിലേക്ക് നമുക്ക് കുറച്ചുകൂടി തീവ്രമായ ഭക്തിയോടെ ചേർന്നിരിക്കാം. കർത്താവെ, വിവാഹം ഇതുവരെ ഒത്തുവരാത്ത മക്കളുണ്ട് കർത്താവ്, ആൺമക്കളുണ്ട് ഈശോയെ, അതുപോലെ പെൺമക്കളുണ്ട് കർത്താവെ. ഈശോയെ, ജോലി ഇല്ലാതെ വിഷമിക്കുന്നവരുണ്ട് ഈശോയെ, സാമ്പത്തികമായ കടങ്ങളെ കൊണ്ട് കർത്താവെ പല കടുംകൈ പോലും ചെയ്യേണ്ടി വരുമോ എന്ന് ചിന്തിച്ച് ഭയപ്പെടുന്ന മക്കളുടെ കർത്താവെ, എന്താണൊരു വഴിയെന്ന് ഒരു പിടിയും എത്തും പിടിയും ഇല്ലാത്തവരെ ജപ്തി നടപടിക്കാർ കർത്താവ്, അകലങ്ങളിൽ ദൂരങ്ങളിൽ കുടുംബം വിറ്റുചുട്ട് മക്കളെ ജോലിക്ക് വേണ്ടി വിട്ടവരെ, പഠിക്കാൻ വേണ്ടി വിട്ടവരെ, അവർക്ക് അവിടെ അഡ്മിഷൻ കിട്ടാതെ കർത്താവ് പുറത്തു പോലും ഇറങ്ങാൻ പറ്റാതെ അവരവിടെ ജീവിക്കുന്നുണ്ട് കർത്താവ്. ഈശോ, ഇൻ്റർവ്യൂവിന് ചെയ്യുന്ന ഓരോ ഇൻ്റർവ്യൂവും തോറ്റുപോവുകയും ചെയ്യുന്ന ഓരോ ഇൻ്റർവ്യൂ പണം നഷ്ടപ്പെടുകയും അവർക്ക് ഭക്ഷണത്തിലുള്ള പണം അങ്ങോട്ട് അയച്ചു കൊടുക്കുകയും ചെയ്യുന്ന അവസ്ഥയിൽ കടക്കാരെ കൊണ്ട് മാറാതെ കർത്താവ് എവിടെയെങ്കിലും പോയി ഒളിക്കാൻ വേണ്ടി തോന്നി നാണം കെട്ട് കർത്താവ്, ഈ ജീവിതത്തിൽ എന്നെപ്പോലെ നാണം കെട്ടവരാരുമില്ല, ഇതുപോലെ ഒരു അവസ്ഥ ഞാൻ വന്ന് പെട്ടല്ലോ എന്ന് ഓർത്തുകൊണ്ട് കർത്താവെ കണ്ണീരോടെ അങ്ങേ അവസാനത്തെ അഭയം പോലെ അങ്ങേ അഭയം
പ്രാപിക്കുന്ന മക്കളെ കർത്താവെ, ഇവിടെ തടന്നിട്ടുള്ള 10,000-കണക്കിന് ആരാധന ഇവിടെ പ്രത്യക്ഷപ്പെട്ട അമ്മയുടെ പ്രത്യക്ഷങ്ങളുടെ ശക്തിയാൽ, ഇവിടെ അമ്മയുടെ പ്രത്യക്ഷത്തിൻ്റെ ശക്തിയാൽ ഇവിടെ നടന്നിട്ടുള്ള 10,000-കണക്കിന് ആരാധന, ആ ആരാധന പങ്കെടുത്ത മക്കൾ നടത്തിയിട്ടുള്ള ഓരോ തരത്തിലുള്ള സൽപ്രവൃത്തികൾ, വീണ്ടെടുപ്പ് പ്രവൃത്തികൾ, അതുപോലെ തന്നെ കൃപാപര പ്രവൃത്തികൾ, അതുപോലെ തന്നെ പ്രേക്ഷിത പ്രവർത്തനങ്ങൾ, അതുപോലെ തന്നെ സുവിശേഷ പ്രവർത്തനങ്ങൾ, എല്ലാ പ്രവർത്തന അടിസ്ഥാനത്തിലും മാർഗ തടസ്സങ്ങൾ, തീരാ ദുരിതങ്ങൾ, ഇന്ന് വരെ ഉടമ്പടി എടുത്തിട്ടുള്ള, ഇന്ന് കണ്ണീരോടെ പ്രാർത്ഥിക്കുന്ന എല്ലാ തടസ്സങ്ങളും, എല്ലാ രോഗങ്ങളും യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ മാറിപ്പോകട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ, യേശുവേ ഹല്ലേലൂയ, ആരാധന, ഹല്ലേലൂയ, മഹത്വം, മഹത്വം, സൗഖ്യം കൈകൾ കൂപ്പി പ്രാർത്ഥിക്കേണ്ട സമയമാണ്. കൈകൾ കൂപ്പി കർത്താവിനെ തന്നെ നോക്കിക്കൊണ്ട് പ്രാർത്ഥിക്കേണ്ട സമയമാണ്. എന്താണ് പ്രാർത്ഥിക്കേണ്ടതെന്നറിയാമോ? ഈ ആഴ്ചയിൽ, ഈ മാസത്തിൽ നിർണായകമായ തീയതികളുള്ളവരുണ്ടാകും. ചിലപ്പോൾ പരീക്ഷാ തീയതി ആകും, ചിലപ്പോൾ വിസ ഇൻ്റർവ്യൂ ആകാം, ചിലപ്പോൾ വസ്തു ലേലമാകാം, ചിലപ്പോൾ വീട് വാങ്ങാൻ വന്നവരെ അഡ്വാൻസ് തന്നിട്ട് പിന്നെ അവർ വിളിച്ചെടുക്കാത്തവരാകാം, അവർ തരുമോ വീടെടുക്കുമോ ഇല്ലേ എന്നറിയാൻ പറഞ്ഞാൽ വിഷമിക്കുന്നവരാകാം. ഇങ്ങനെ ഈ ഡേറ്റുകളെല്ലാം നിങ്ങൾ ഓർക്കണം. ഇപ്പം മാതാവിനെ നിങ്ങൾ സമയത്ത് ഏൽപ്പിക്കണം. ബൈബിൾ എഴുതിയിട്ടുള്ള സമയവും സമയത്തിൻ്റെ പകുതിയും കർത്താവ് അവൾക്ക് അധീനമാക്കിയിട്ടുണ്ടെന്ന്. അതുപോലെ നിൻ്റെ സമയങ്ങൾ ദൈവത്തിനെ ഏൽപ്പിക്കുക. സമഘടികാരം നെഞ്ചിൽ ചാർത്തി പ്രത്യക്ഷപ്പെട്ട പരിശുദ്ധ അമ്മയുടെ മുമ്പിലാണ് നീ ഈ മാധ്യസ്ഥ പ്രാർത്ഥന വെക്കണമെന്ന് ഓർക്കണം ദൈവപൈതലെ. അപ്പം നിന്നെക്കുറിച്ചുള്ള ബാധ്യതകൾ ചിലപ്പോൾ ഒരു ഓപ്പറേഷൻ നിശ്ചയിച്ച് കാണും, ചിലപ്പോൾ നിനക്കാകണമെന്നില്ല, നിൻ്റെ അമ്മമാർക്കാകാം, അപ്പന്മാർക്കാകാം, ചിലപ്പോൾ രോഗികളാകാം, അങ്ങനെ ചിലപ്പോൾ ഒരു ബയോപ്സി പറഞ്ഞു കാണും, ചിലപ്പോൾ ഒരു എക്സ്റേയോ സ്കാനിങ്ങോ പറഞ്ഞു കാണും. ആ ഡേറ്റുകൾ നീ ഓർക്കുക. ചിലപ്പോൾ ലേലത്തിൻ്റെ തുക ഓർക്കുക, ചില പരീക്ഷ ഓർക്കുക, ചിലപ്പോൾ റിസൾട്ട് വരുന്ന ദിവസമാകാം. അത് ആ ദിവസം നീക്ക് നോക്കി പാർത്തിരിക്കണത്. ആ ദൈവം ആ സമയത്തെ ഏറ്റെടുക്കട്ടെ. ദൈവം ആ സമയത്തെയും ആ സംരംഭത്തെയും പൂർണ്ണമായി പരിശുദ്ധമ്മ നിനക്ക് വേണ്ടി നിൻ്റെ അവിടെ ദൈവത്തിൻ്റെ നാമത്തിൻ്റെ മഹത്വത്തിന് വേണ്ടി നിൻ്റെ കണ്ണുനീരിൻ്റെ കാരണങ്ങൾ ഏറ്റെടുക്കേണ്ട സമയമാണ്. കണ്ണീരുടെ പ്രാർത്ഥിക്കട്ടെ, സ്വരത്തെ പ്രാർത്ഥിക്കട്ടെ, ശക്തമായി പ്രാർത്ഥിക്കട്ടെ, ദൈവത്തിൻ്റെ കൃപ കിട്ടോളം പ്രാർത്ഥിക്കട്ടെ. കർത്താവ് ദാസൻ കർത്താവ് 143 സങ്കീർത്തനം 2-ാമത്തെ വാക്യത്തിൽ പറഞ്ഞിട്ടുണ്ട്, കർത്താവേ അങ്ങയുടെ ഒരു ദാസൻ അങ്ങയുടെ ഒരു യജമാനൻ്റെ കൈകളിലേക്ക് എന്നതുപോലെ, ഒരു ദാസിയെ അവിടെ സോമിനിയുടെ കൈകളിലേക്ക് എന്നതുപോലെ ദൈവമായ കർത്താവേ ഞാൻ ഇവ വെട്ടാതെ നിന്നെ തന്നെ നോക്കിക്കൊണ്ടിരിക്കുന്നു. കർത്താവേ സങ്കീർത്തനം 34:10 പറഞ്ഞിരിക്കുന്നു, നിന്നെ നോക്കുന്ന ഒരു കർത്താവ് പ്രകാശിതരാകുന്ന കർത്താവ്. ഇരുട്ടുമൂടി കിടക്കുന്ന സാമ്പത്തിക ഇരുട്ടുകൾ, രോഗത്തിൻ്റെ ഇരുട്ടുകൾ, ജീവിതത്തിൻ്റെ സമാധാനം നഷ്ടപ്പെട്ടുകൾ, ഡൈവേഴ്സുകൾ, വിവാഹമോചനങ്ങൾ, കള്ളക്കേസുകൾ, പോസ്കോ കേസുകൾ, ജയിലിൽ കിടക്കുന്നവർ, ഇങ്ങനെയുള്ള എല്ലാ ഇരുട്ടുമാതികളും യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ ഇരുട്ടുകൾ മാറട്ടെ. യേശു ക്രിസ്തു നാമത്തെ ജീവിതം പ്രകാശിക്കപ്പെട്ടെ. യേശു ക്രിസ്തു നാമത്തിൽ ജീവിതം പ്രകാശിക്കട്ടെ. ശ്രുതികട്ടെ, ശ്രുതികട്ടെ, ശ്രുതികട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. തടസ്സങ്ങൾ നീങ്ങിപ്പോയിക്കൊണ്ട് യേശു നാമം മഹത്വപ്പെടുവാൻ ഈ ആരാധനയിലൂടെ മനസ്സാകണമേ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. മഹത്വം, മഹത്വം, ആരാധന, ഹല്ലേലൂയ, ഹല്ലേലൂയ. സൗഖ്യം മുട്ട നിൽക്കുക. സമാപന ആശീർവാദം.
ഒരിക്കൽ കൂടി മരിയൻ ഉടമ്പടിയിൽ സമർപ്പിച്ചിരിക്കുന്ന എല്ലാ വിഷയങ്ങളും ദൈവമാതാവിൻ്റെ മധ്യസ്ഥയിൽ ദിവ്യകാരുണ്യ സന്നിധിയിൽ നമുക്ക് സമർപ്പിക്കാം.